കോസ്റ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയർ ഞാൻ നേരത്തെ പറഞ്ഞ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിൽ വരുന്നൊരു ജോബ് റോളാണ് സീനിയർ ക്വാണ്ടിറ്റി സർവേയർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയർ എന്ന് വരും. ഹായ് ഹലോ, ഞാൻ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോകളിൽ ഒരു സി വിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതും എങ്ങനെ ആയിരിക്കണം ഒരു സി വി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ആൻഡ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ആസ് എ ഫ്രഷർ നിങ്ങൾക്ക് മിനിമം 3 CV ഉണ്ടായിരിക്കണം 3 ജോബ് കാറ്റഗറിയിൽ. സോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും എങ്ങനെയായിരിക്കണം ഈ ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വരുന്ന ജോബുകൾ എന്തൊക്കെയാണ്, അതിൽ എത്രത്തോളം സൈറ്റ് ജോബ്സ് ഉണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം ഓഫീസ് ജോബ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമുക്ക് വരുന്ന ജോബ് റോളുകൾ, അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു 5 ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഡിസൈൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഡിസൈൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ്സും ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും ഡെലിവറി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആർക്കിടെക്ട്, സ്ട്രക്ചറൽ ഡിസൈനർ, MEP ഡിസൈനർ, ഇറിഗേഷൻ ഡിസൈനർ, എൻവയോൺമെൻറ്റ് എഞ്ചിനീയേഴ്സ്, സോയിൽ ടെസ്റ്റിംഗ്, അങ്ങനത്തെ ഫീൽഡുകളുടെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ വാട്ട് വി ക്യാൻ സേ ഇറിഗേഷൻ, ഇൻറ്റീരിയർ ഡിസൈൻ, അങ്ങനെയുള്ള, അതായത് അറ്റ് ദ എൻഡ് വർക്ക് ചെയ്യാനുള്ള ഡ്രോയിങ്സും ടെക്നിക്കൽ ഡീറ്റെയിൽസും ഡെലിവറി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എന്ത് പറയും, ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ജോബ് റോളുകളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വേറെ ഒന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്ന് പറയുന്നത് കോസ്റ്റ് അല്ലെങ്കിൽ QS ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് യൂഷ്വലി നമ്മൾ പറയുക. അവിടെയാണ് ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് റോൾ വരുന്നത്. ക്വാണ്ടിറ്റി സർവേയറിൽ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ജോബ് റോളുകൾ വരുന്നുണ്ട്. അവരുടെ പണി എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ബഡ്ജറ്റിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വരാം. ആൻഡ് തേർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ഇവരാണ് ബിൽഡിംഗ് എടുക്കുക. ബിൽഡിങ്ങിന് പൊന്തി 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 വരുന്നത് ഇവർ ചെയ്യുമ്പോഴാണ് കാണാം. ഓക്കെ, ഇവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ടൈമിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഒന്നും അവർക്ക് ഒരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല, വർക്ക് പറഞ്ഞ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് വേറെ എന്താണെന്ന് വെച്ചാൽ QA/QC ഡിപ്പാർട്ട്മെന്റ് ആണ്. QA/QC ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഈ ചെയ്യുന്ന വർക്കുകളൊക്കെ ക്വാളിറ്റിയിലാണോ ചെയ്യുന്നത് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് QA/QCന്റെ ജോബ് റോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇത്രയും ഈ 1 2 3 4 ഈ 4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിൽഡിംഗ് സേഫായി. ബട്ട് ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റി നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനാണ് നമ്മൾ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും സേഫ്റ്റി മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ്. അവർ ആരോഗ്യത്തോടെ അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോബ്. ഓക്കെ, സോ നമ്മളെപ്പോഴും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 പില്ലേഴ്സും അലൈൻഡ് ആയാലാണ് നമ്മൾ നല്ലൊരു ഡിസൈനിൽ വിത്തിൻ ദ ബഡ്ജറ്റിൽ വിത്തിൻ ദ ടൈം ലൈനിൽ മാക്സിമം ക്വാളിറ്റിയിൽ 0 ഇൻസിഡൻറ്റിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ പറയുക ആ ഒരു പ്രോജക്റ്റ് 100% സക്സസ് ആണെന്നുള്ളത്. ഓക്കെ, ആൻഡ് ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ആസ് എ സിവിൽ എഞ്ചിനീയർ നിങ്ങൾക്ക് എന്തൊക്കെ ജോബുകളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറയുന്നത് ഡിസൈൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിൻ്റെ ജോബ് റോൾ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഡിസൈൻ സ്ട്രക്ചറൽ സിസ്റ്റം, അനലൈസ് ദ ലോഡ്, പ്രിപ്പയർ ദ സ്ട്രക്ചറൽ ഡ്രോയിങ്. ഇതാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിൻ്റെ ജോബ് റോൾ എന്ന് പറയുന്നത്. 85% അവർക്ക് ഓഫീസ് ജോബ് ആയിരിക്കും. 15% ആണ് അവർക്ക് എന്ത് വരിക, സൈറ്റിലേക്ക് കൊണ്ടുവരിക. ഇവർ ചെയ്ത വർക്കുകൾ അങ്ങനെ തന്നെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇവർ സൈറ്റിൽ പോയി നോക്കണം. അതിനാണ് 15% വരുന്നത്. ആൻഡ് വേറെ എന്ന് വെച്ചാൽ സിവിൽ ഓർ സൈറ്റ് ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ജോബ് റോൾ ഉണ്ട്. ഓക്കെ, ഇവർക്ക് പണി എന്ന് വെച്ചാൽ ഡെവലപ്പ് സൈറ്റ് പ്ലാൻ, ഗ്രേഡിംഗ്, ഡ്രെയിനേജ് ആൻഡ് യൂട്ടിലിറ്റി ലേഔട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ വർക്ക്. 80% ഓഫീസ് ജോബാണ്. കുറച്ചും കൂടി സൈറ്റിൽ പോകാണ്ടാവും. 20% സൈറ്റിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് വേറൊരു ജോബ് റോളാണ് ഡിസൈൻ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
ഡിസൈൻ ടീമിനെ ലീഡ് ചെയ്യുക, ഡിസിപ്ലിൻസ് എല്ലാ ഡിസിപ്ലിൻ ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, ഡ്രോയിങ്സ് റിവ്യൂ ചെയ്യുക, അങ്ങനത്തെ വർക്കുകളൊക്കെയാണ് ഡിസൈൻ മാനേജറിന്റെ ജോബ് റോൾ ആയിട്ട് വരുന്നത്. 75% ഓഫീസിലായിരിക്കും, 25% അവർ സൈറ്റിലായിരിക്കും. വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോകാഡ് ഓർ റെവിറ്റ് ഡ്രാഫ്റ്റ്മാൻ. ഓട്ടോകാഡ് ഇപ്പം നമുക്കറിയാം അഡ്വാൻസ്ഡ് ആയിട്ട് ബിമ്മിലേക്ക് റെവിറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ജോബ് റോൾ ഉണ്ട്. പ്രിപ്പയർ 2D ഓർ 3D ഡ്രോയിങ്സ്, ഡീറ്റെയിലിംഗ് ആൻഡ് ബിം മോഡലിംഗ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ജോബ് റോളുകളാണ്. ഇവരെപ്പോഴും ഓഫീസിലായിരിക്കും. ഓക്കെ, 95% ഇവർ ഓഫീസിൽ തന്നെയായിരിക്കും. കാരണം വെച്ചാൽ ഇവർക്ക് മെയിനായിട്ട് വരക്കാനാണ് ഉണ്ടാവുക. ഇനി എന്തെങ്കിലും സൈറ്റിലുള്ള ചില കാര്യങ്ങൾ വരക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ മൈന്യൂട്ട് 5% ഇവർ സൈറ്റിൽ പോകേണ്ടി വരും. ഓക്കെ, ദെൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ, സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക, ഫൗണ്ടേഷൻ്റെ ഡിസൈൻ ചെയ്യുക, അത് റെക്കമെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആണ്. അവർക്ക് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അനലൈസിങ് ഉണ്ടാവും, സൈറ്റിൽ പോയിട്ട് ബോറോൾ ലൊക്കേഷൻ ഇതൊക്കെ വെച്ചിട്ട് ടെസ്റ്റിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. സോ 60% ഓഫീസും 40% സൈറ്റും ആയിരിക്കും. ആൻഡ് വേറൊരു ജോബ് റോളാണ്, നമുക്കറിയാം ടെക്നോളജി വളർന്നിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ബിമ്മിൽ ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അറിയാം. ബിം കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു ജോബ് റോൾ. ബിം മോഡൽസ്, ക്ലാഷ് ഡിറ്റക്ഷൻസ്, അതിലെ മോഡൽ കോർഡിനേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോബ് റോള്. 90% ഇവർ ഓഫീസിൽ തന്നെയായിരിക്കും. 10% ഞാൻ പറഞ്ഞു ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. 10% ഇവർ സൈറ്റിലായിരിക്കും. ഇനി കോസ്റ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേ, ഞാൻ നേരത്തെ പറഞ്ഞ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിൽ വരുന്നൊരു ജോബ് റോളാണ് സീനിയർ ക്വാണ്ടിറ്റി സർവേ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേ എന്ന് വരും. ഇവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലാനിങ് മാനേജ് ചെയ്യുക, ടെൻഡറിങ്, വാല്യുവേഷൻ, ഫൈനൽ അക്കൗണ്ടിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോബ് റോള്. 80% ഓഫീസിലായിരിക്കും, 20% സൈറ്റിൽ പോകേണ്ടി വരും. സൈറ്റിൽ എന്തായാലും നമ്മൾ പോകണം, ഏതൊരു എഞ്ചിനീയർ ആണെങ്കിലും പോകണം, ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ദെൻ ക്വാണ്ടിറ്റി സർവേയർ, BOK പ്രിപ്പയർ ചെയ്യുക, ക്വാണ്ടിറ്റീസ് എടുക്കുക, പേയ്മെൻറ്റ്സ് സർട്ടിഫൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 75% ഓഫീസിലായിരിക്കും, 25% അവർ സൈറ്റിലായിരിക്കും. ദെൻ എസ്റ്റിമേഷൻ എഞ്ചിനീയർ, പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് ഉണ്ടാക്കുക, റേറ്റ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യുക, ബിഡിങ്ങിലുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതിനുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് പ്രീ ടെൻഡറിങ് സ്റ്റേജിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 90% ഇവർ സൈറ്റിലായിരിക്കും. ആഫ്റ്റർ ദ കോൺട്രാക്ട്, അതായത് സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇതേ കാര്യത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു മേക്ക് ഷുവറിന് റിവ്യൂ ചെയ്യാനും ആ കാര്യങ്ങൾ ഓരോ ഓവർവ്യൂ ചെയ്യാനും അവർ സൈറ്റിൽ പോകേണ്ടി വരും. ദെൻ കോസ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് കോസ്റ്റ് ട്രാക്ക് ചെയ്യുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, ബഡ്ജറ്റ്, ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. 70% ഓഫീസിലായിരിക്കും, 30% ഇവർ സൈറ്റിലായിരിക്കും. കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺട്രാക്ടർക്ക് ഒരു കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാലും ആ കോൺട്രാക്ട് മാനേജ് ചെയ്യാണ്ടാവും. അതിലെന്തെങ്കിലും വേരിയേഷൻസ്, ക്ലെയിം, ഡിസ്പ്യൂട്ട്സ്, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഓൾമോസ്റ്റ് 80% അവർ ഓഫീസിലായിരിക്കും, 20% അവർ സൈറ്റിലായിരിക്കും. ഓഫ് കോഴ്സ് സൈറ്റിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് വെച്ചോ, ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസ് ആയിട്ട് എന്തെങ്കിലും ഫെയിലായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ കോൺട്രാക്ട് എഞ്ചിനീയർ അവിടെ പോയിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് മാത്രമാണ് ആ ഡിസ്പ്യൂട്ട്സ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ബില്ലിംഗ് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടറിൻ്റെ ബില്ല് മന്ത്ലി അല്ലെങ്കിൽ ഏതാണ് സൈക്കിൾ ഉള്ളത് ആ സൈക്കിളിലെ ബില്ല് പ്രിപ്പയർ ചെയ്യാം, അത് ക്ലയൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻറ്റ് അത് സർട്ടിഫൈ ചെയ്യണം. അതും ഒരു QSൻ്റെ ജോബാണ്. QSന് കൺസൾട്ടൻറ്റിൻ്റെ അടുത്തും ക്ലയൻറ്റിൻ്റെ അടുത്തും കോൺട്രാക്ടറിൻ്റെ അടുത്തും ഒക്കെ വർക്കുള്ളൊരു ജോബ് റോളാണ്. ഓക്കെ, സോ അതനുസരിച്ചിട്ട് എന്താണ് അത് സർട്ടിഫൈ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഇവരെ കൂടുതലും ഓഫീസിൽ എന്താ പറയുക സൈറ്റിൽ പോയിട്ട് മെഷർമെൻറ്റ് ചെയ്യാനും സൈറ്റിലെ വർക്ക് ആക്ച്വൽ വർക്ക് എത്ര കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും. സോ കുറച്ചധികം ഇവർ സൈറ്റിലായിരിക്കും. ഓക്കെ, 50-50 നമുക്ക് പറയാൻ പറ്റും ഓഫീസിലും സൈറ്റിലും എന്നുള്ളത്. എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ബില്ലിംഗ് എഞ്ചിനീയർ ആയിരുന്നു. സോ എനിക്ക് കുറച്ചും കൂടി സൈറ്റ് എക്സ്പോഷർ കിട്ടാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ബില്ലിംഗ് എഞ്ചിനീയർ എന്നൊരു ജോബ് റോൾ കിട്ടിയത് കൊണ്ടാണ്. നമ്മൾ കുറച്ചും കൂടി സൈറ്റ് മനസ്സിലാക്കി എടുക്കും. അടുത്തത് എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കാര്യമാണ് പ്രൊജക്ട് മാനേജർ. ഓക്കെ, എൻ്റെ പ്രൊജക്ട് ഡെലിവറി, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക, ഓവർസീ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് ഓഫീസ് ജോബ് 40% ഉണ്ടാവും. സൈറ്റിൽ ഈ ബിൽഡിംഗ് ഒക്കെ പൊന്തിക്കുന്ന സമയത്ത് അവരവിടെ തന്നെ ഉണ്ടാവണം. 60% സൈറ്റിലായിരിക്കും. സൈറ്റ് എഞ്ചിനീയർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ജോബ് റോളാണ്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എന്താ പറയുക ചെക്ക് ചെയ്യുക, അത് സൂപ്പർവൈസ് ചെയ്യുക, ക്വാളിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, അത് ചെക്ക് ചെയ്യേണ്ടത് ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ ആയിരിക്കും. അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സൈറ്റ് എഞ്ചിനീയർ ആയിരിക്കണം. ഓഫീസ് ജോബ് കുറവാണ്, 10% ഉണ്ടാവുള്ളൂ.
ഓൺ സൈറ്റ് ആയിരിക്കും 90% ഉണ്ടാവുക. ദെൻ റെസിഡന്റ് എഞ്ചിനീയർ ഡേ ടു ഡേ സൈറ്റ് സൂപ്പർവിഷനും കോൺട്രാക്ടർ കോർഡിനേഷൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവരായിരിക്കും. ഓഫീസിൽ ഒരു 15% ഉണ്ടാവുള്ളൂ. 85% അവർ സൈറ്റിൽ തന്നെയായിരിക്കും. ഇത് ചില എടുത്ത് വരുന്നതാണ്. എല്ലാ ആൾക്കാരും ബിടെക് കഴിഞ്ഞ ആൾ പോകണമെന്ന് ഞാൻ നിർബന്ധമായിട്ടൊന്നും പറയില്ല. പക്ഷേങ്കിൽ ജോബ് റോളായിട്ട് കാണാറുണ്ട് ബിടെക് കഴിഞ്ഞിട്ട്. ഫോർമാൻ അല്ലെ സൂപ്പർവൈസർ, ലേബേഴ്സിനെയും സബ് കോൺട്രാക്ടേഴ്സിനെയും ഒക്കെ ആ സൈറ്റിൽ ഡയറക്റ്റ് ചെയ്യുന്നൊരു ജോബ് റോളാണ്. 5% ഓഫീസ് ജോബാണ്. 95% സൈറ്റിൽ തന്നെയായിരിക്കും. പ്ലാനിങ് എഞ്ചിനീയർ പ്രൊജക്ട് ഷെഡ്യൂൾ ചെയ്യുക, പ്ലാൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ഇവരായിരിക്കും. ആക്ച്വൽ പ്ലാനിങ് ഉണ്ടാക്കുക, ഷെഡ്യൂൾഡ് അതായത് ഇനീഷ്യൽ ഉണ്ടാക്കുന്ന ബേസ് ലൈൻ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കുന്ന ഇവരായിരിക്കും. 70% ഓഫീസ് ജോബായിരിക്കും. ഓഫീസിൽ തന്നെയായിരിക്കും ഇവർ കൂടുതലുണ്ടാവുക. സൈറ്റിലെ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യുന്നുണ്ടാവും. 30% ഇവർ സൈറ്റിലായിരിക്കും. ദെൻ കൺസ്ട്രക്ഷൻ മാനേജർ, ഓക്കെ, അല്ലെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയർ, കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ എന്നൊക്കെ പറയും. കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്, റിസോഴ്സ്, പ്രൊഡക്ടിവിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വർക്കിൻ്റെ ഫാസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ആ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ഫാസ്റ്റ് ആണെന്നുള്ളതും നമ്മൾ പറഞ്ഞ ടൈമിൽ കംപ്ലീറ്റ് ആകുമോ എന്നുള്ളതൊക്കെ മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഇവരാണ്. സൈറ്റിലായിരിക്കും 75%, 25% ഓഫീസിലായിരിക്കും. ആൻഡ് QAQC ഡിപ്പാർട്ട്മെൻറ്റ്, QAQC മാനേജർ എന്ന് പറഞ്ഞ ജോബ് റോളുണ്ട്. ക്വാളിറ്റി സിസ്റ്റം ഉണ്ടാക്കുക, അത് ഓവർസീ ചെയ്യുക, ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യുക. അതൊക്കെയാണ് ഇവരുടെ വർക്ക്. 50% ഓഫീസും 50% സൈറ്റും ആയിരിക്കും. QC ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ സൈറ്റിലുള്ള മെറ്റീരിയൽ, വർക്ക്മാൻഷിപ്പ്, ടെസ്റ്റ് റിസൾട്ട് ഈ കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യാനും ചെക്ക് ചെയ്യേണ്ടതൊക്കെ ഇവരുടെ വർക്കാണ്. സൈറ്റിൽ തന്നെ ആയിരിക്കും. 15% ഓഫീസിലായിരിക്കും, 85% സൈറ്റിലായിരിക്കും. ദെൻ മെറ്റീരിയൽ ടെസ്റ്റിംഗ് എഞ്ചിനീയർ, ഓക്കെ, നമുക്ക് സൈറ്റിലറിയാം കോൺക്രീറ്റ് ടെസ്റ്റ്, ക്യൂബ് ടെസ്റ്റ്, സ്ലം ടെസ്റ്റ്, അങ്ങനത്തെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ സോയിൽ ടെസ്റ്റ് ഉണ്ടാവും, സ്റ്റീലിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും, അതർ മെറ്റീരിയൽസിൻ്റെ ടെസ്റ്റുകൾ ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ക്വാളിറ്റി തന്നെയാണ് സംഭവങ്ങളൊക്കെ വന്നതെന്നുള്ളതൊക്കെ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മെറ്റീരിയൽ ടെസ്റ്റിംഗ് എഞ്ചിനീയർ ആയിരിക്കും. 40% ഓഫീസും 60% സൈറ്റിലും ആയിരിക്കും ഇവരുണ്ടാവുക. ദെൻ ഡോക്യുമെന്റ് കൺട്രോളർ, നമ്മൾ ഈ QAQCയിൽ ഒരുപാട് ചെക്ക് ലിസ്റ്റും ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡോക്യുമെന്റ് കൺട്രോളർ എന്ന് പറഞ്ഞൊരു ജോബ് റോൾ ഉണ്ടാവും. അതിൽ പ്രൊജക്ട് ഡോക്യുമെന്റ്സ് ഒക്കെ മാനേജ് ചെയ്യുക, RFIs, സബ്മിറ്റൽസ്, റെക്കോർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക, അതൊക്കെ മെയിൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാണ് ഇവരുടെ വർക്ക്. 90% ഓഫീസ് ജോബ് ആയിരിക്കും. ഓഫീസിൽ തന്നെ ആയിരിക്കും അവരധികം ഉണ്ടാവുക. 10% ഇഫ് ഇറ്റ്സ് റിക്വയർഡ് ദേ ഹാവ് ടു ഗോ ടു സൈറ്റ്. ദെൻ NCR എഞ്ചിനീയർ, ഓക്കെ, അതായത് ക്വാളിറ്റി ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുക, ഇഷ്യൂ ചെയ്യുക, അത് ട്രാക്ക് ചെയ്യുക. ഓക്കെ, NCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൺഫർമേഷൻ റിപ്പോർട്ടാണ്. ഓക്കെ, ആ കാര്യങ്ങൾ ചെയ്യുക, അതിനുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് QAQCയിൽ ചെയ്യുക. സൈറ്റ് കുറവായിരിക്കും, കാരണം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സൈറ്റിൽ നിന്നായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓഫീസ് കുറവായിരിക്കും. 30% ഓഫീസ് ജോബും 70% സൈറ്റ് ജോബും ആയിരിക്കും ഉണ്ടാവുക. ദെൻ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ HSE മാനേജർ ഉണ്ടാവും. സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, പോളിസി, റിസ്ക് സ്ട്രാറ്റജീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട HSE മാനേജറാണ്. HSE എഞ്ചിനീയർ എന്നൊക്കെ ജോബ് റോളുകൾ ഉണ്ടാവുക. ഓഫീസ് ജോബ് 40% ആണ്, 60% സൈറ്റിൽ തന്നെയാണ് ഉണ്ടാവുക. സൈറ്റിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ഇവർക്ക് ഇങ്ങനത്തെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ സേഫ്റ്റി എഞ്ചിനീയർ ടൂൾ ബോക്സ് സ്റ്റോക്ക് ഉണ്ടാക്കുക, എന്തെങ്കിലും ഇഷ്യൂസ്, ഹസാർഡ് ഇൻസ്പെക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുക, സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവരുടെ വർക്കുകൾ. ഓഫ് കോഴ്സ് സൈറ്റിൽ നിന്ന് ഓഫീസിൽ എന്ന് പറഞ്ഞാൽ 10% ഉള്ളൂ, സൈറ്റിൽ തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ സൈറ്റിലുള്ള ലേബേഴ്സിന് അല്ലെങ്കിൽ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മാനേജ് ചെയ്യുക എന്നുള്ളതും അവരുടെ സേഫ്റ്റി മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ജോബ് റോൾ എന്നുള്ളത്. ആൻഡ് സേഫ്റ്റി സൂപ്പർവൈസർ ഡെയിലി സേഫ്റ്റി പെട്രോളിങ് നടത്തുക, PPE ഒക്കെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കുക, സൈറ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ സേഫ്റ്റി കോമ്പോണൻസിൽ പെർമിറ്റ്സ് കൊടുക്കുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സേഫ്റ്റി സൂപ്പർവൈസറാണ്. 5% ഓഫ് കോഴ്സ് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും സൈറ്റിൽ തന്നെ ആയിരിക്കും. 5% ഓഫീസ് ജോബ് ഉണ്ടാവുള്ളൂ. ദെൻ എൻവയോൺമെന്റ് എഞ്ചിനീയർ, എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സേഫ്റ്റി കൺസേൺസ്, ഫോർ എക്സാമ്പിൾ വേസ്റ്റ് മാനേജ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യും, അത് സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് എൻവയോൺമെന്റ് ഓഫീസർ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എഞ്ചിനീയർ ഒക്കെയാണ്. 45% ഓഫീസിലായിരിക്കും, 55% സൈറ്റിലായിരിക്കും. ദെൻ ഫസ്റ്റ് എയ്ഡ് ഓഫീസർ, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ, ഓക്കെ, ആർക്കും എന്തെങ്കിലും കട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇൻസിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യുക, അതുപോലെ
സൈറ്റ് മെഡിക്കൽ സ്റ്റേഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവരുടെ വർക്ക്. ഓഫീസ് എന്ന് പറഞ്ഞാൽ 10% സൈറ്റ് മെഡിക്കൽ ഓഫീസിൽ ആ സ്റ്റേഷൻ അങ്ങനത്തെ സ്ഥലത്തായിരിക്കും ഇവർ മെയിനായിട്ട് ഉണ്ടാവുക. 90% സൈറ്റ് തന്നെയായിരിക്കും. ദെൻ സേഫ്റ്റി ട്രെയിനർ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് സേഫ്റ്റിയുടെ സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സേഫ്റ്റി എഞ്ചിനീയർ അല്ലെങ്കിൽ സേഫ്റ്റി ട്രെയിനർ ഈ ഒരു ജോബ് പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ കൂടുതൽ പോവുക. സേഫ്റ്റി ഇൻഡക്ഷൻസ് നടത്തുക, ട്രെയിനിങ് നടത്തുക, എന്താ പറയുക, ലേബേഴ്സിന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാത്ത ഈ സേഫ്റ്റിയിൽ PP എന്തിനാണ്, ഹെൽമെറ്റ് എന്തിനാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നിങ്ങൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് 50% ഓഫീസിൽ കാര്യങ്ങളൊക്കെ ഇൻഡക്ഷൻ ചെയ്ത് പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടാവും. സൈറ്റിൽ പോയിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതും സേഫ്റ്റി ട്രെയിനറിൻ്റെ ഒരു പണിയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ആസ് എ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ബിടെക് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ഇനി ഒരു ജോബ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിലുള്ള ജോബ് റോളുകളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇത് വെച്ചിട്ട് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക നിങ്ങളുടെ ജോബുകൾ ഏതൊക്കെയാണെന്നുള്ളത്, അതിനെപ്പറ്റി പഠിക്കുക. അതനുസരിച്ച് മിനിമം ഒരു 3 CVs ഉണ്ടാക്കുക. ആ 3 CVs റിലേറ്റഡ് ആയിട്ട് ജോബ് ഓപ്പണിങ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ജോബ് കിട്ടാനുള്ള ഒരു ചാൻസുകൾ വളരെ കൂടുള്ളൂ, പെട്ടെന്ന് ജോബ് കിട്ടുള്ളൂ. ആൻഡ് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അലൈൻഡ് ആയിട്ടാണ് നിങ്ങൾ ജോബ് കാറ്റഗറി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഒരുപാട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പ്രൊഫഷണലായിട്ട് കരിയർ ഡെവലപ്പ് ചെയ്തിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ജോബുകൾ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ടിപ്സും ട്രിക്സും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും നല്ല ജോബുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.